ആളെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് പലപ്പോഴും ഒരു താരതമ്യം തോന്നാറുള്ളത് നമ്മളെ വെള്ളിമൂങ്ങയിൽ മറ്റേ എന്താ ആളുടെ പേര്, ബിജു മേനോൻ. ബിജു മേനോൻ. ആൾക്ക് അതിലൊരു പേരുണ്ടല്ലോ, ആ, മാമച്ചൻ. മാമച്ചൻ മാമച്ചൻ. അപ്പോൾ ഈ പറഞ്ഞ പോലെ മാമച്ചൻ ഈ പറഞ്ഞ പോലെ എവിടെ പോയാലും ഫ്രണ്ടിലേ ഇരിക്കുള്ളൂ. ഇപ്പോൾ KSRTC ബസ് ഉദ്ഘാടനം കഴിഞ്ഞാലും ആ ഡ്രൈവറെ മാറ്റിൻ്റെ ഇരുത്തിയിട്ട് ആളവിടെ കയറിയിരിക്കും. എന്നിട്ട് ഈ ഡ്രൈവിംഗ് ചെയ്യുന്നു, ഒപ്പം ക്യാമറക്കാരെ വിളിച്ചു വരുത്തുന്നു, അവരോട് സംസാരിക്കുന്നു, എന്നിട്ട് വണ്ടി വിടുന്നു. നല്ല വണ്ടിയാണ്, കുഴപ്പമില്ല, ഇതിന് പുതിയ സെറ്റിങ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്, ഇന്ത്യയിൽ മറ്റെവിടെ ഇല്ലാത്ത സെറ്റിങ്സ് ആണ്, യൂറോപ്യൻ രാജ്യങ്ങൾ മാത്രം കണ്ടുവരുന്ന ചില പ്രത്യേക സവിശേഷതകൾ മാത്രം ഇംപ്ലിമെന്റ് ചെയ്ത പ്രത്യേകതരം ബസ്സാണ്. ഇതിൽ ഇനി ടോയ്ലറ്റ് വരാൻ പോകുന്നുണ്ട്, അടുത്ത ഉദ്ഘാടനം നമ്മൾ പെട്ടെന്ന് തന്നെ ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുമ്പോഴാണ് ഈ റിസൾട്ട് വരുന്നതും എല്ലാം കൂടെ തകർന്ന് തരിപ്പണാവുന്നതും വീഴുന്നതൊക്കെ. അപ്പം ഈ പറഞ്ഞ പോലെ ശരിക്കും ഒരു മാമച്ചനാണ്. ഒരു പോസ്റ്റ് ഉണ്ടെങ്കിൽ അവിടെ മുമ്പിൽ കയറിയിരിക്കും, വേറെ അവിടെ ഇരിക്കാൻ പറ്റില്ല. അല്ല, ഉറപ്പായിട്ടും KSRTC വകുപ്പ് ഉള്ളത് കൊണ്ട് തന്നെ അതിൽ കയറിയിരുന്നു എന്നുള്ളത് മനസ്സിലാക്കാം. അതിനു മുമ്പ് പൊതുമരാമത്തിന്റെ റോഡ് പണി നടക്കുമ്പോഴും അദ്ദേഹം ഇതിലെ നമ്മുടെ റോളറിന്റെ മുകളിൽ കയറി ഇരുന്നിട്ട് ആ റോഡിന്റെ കാര്യങ്ങളൊക്കെ മാധ്യമപ്രവർത്തകരോട് വിശദീകരിച്ചതും അദ്ദേഹം അതിന്റെ മണ്ടക്ക് കയറി ഇരുന്നിട്ടാണ്. ഇത് ഇന്ന പോലെ എന്തോ ഒരു വിദേശ നിർമ്മിതിയിലാണിത് ഈ റോഡ് നിർമ്മിക്കുന്നത്, ആദ്യം ഇന്ന ഷീറ്റ് ഇടും, അത് കഴിഞ്ഞ് അതിന്റെ പിന്നാലെ ഉള്ളത് വരും എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം അതിന്റെ മുകളിൽ കയറി നിന്നിട്ടാണ്. നമ്മുടെ റിപ്പോർട്ടർ ചാനലൊക്കെ ലോഞ്ച് ചെയ്തൊരു സമയത്ത് നമ്മുടെ അരുൺകുമാറൊക്കെ ഭയങ്കര സാങ്കേതിക വിദ്യകളൊക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനെ വികസിപ്പിച്ചുകൊണ്ടുള്ളൊരു പുതിയ മെത്തേഡ് അവര് കൊണ്ടുവന്നൊരു സമയത്ത്, നമ്മുടെ യുദ്ധം നടക്കുന്ന സമയത്തൊക്കെ മറ്റേ ഫ്ലൈറ്റിൽ ഇങ്ങനെ ചാടി ഇറങ്ങി വന്നിട്ട് അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന രീതിയില്ലേ, അതുപോലെയായിരുന്നു നമ്മുടെ ശരിക്കും ഒരു സിനിമാ ലോകത്ത് നിന്ന്, ആ ഒരു മായിക ലോകത്ത് നിന്ന് അദ്ദേഹം തിരിച്ചിങ്ങോട്ട് ഇറങ്ങി വന്നിട്ടില്ല. അദ്ദേഹം എവിടെയാണോ അവിടെ എൻ്റെ ഫുൾ ഫിഗറായിട്ട് കാണണം. പിന്നെ ഈ വൈറലായി താരമായി ഹീറോ ആയിട്ട് നമ്മൾ ഈ ഒരു ഗതാഗത ഇത് ഏറ്റെടുക്കുന്നതിന് തൊട്ട് മുന്നേ ഉള്ള കുറച്ച് സമയങ്ങളിൽ അദ്ദേഹത്തിന്റെ PR നല്ല രീതിയിൽ നടന്നിട്ടുണ്ട്. അപ്പൊ കണ്ട് വിശ്വസിച്ചവരാണ് നമ്മൾ പലരും. അതിലൊക്കെ കാണുമ്പോൾ എന്താ ഹീറോ ആയിട്ട് ഇവരെയൊക്കെ ജീവനക്കാരെയൊക്കെ വഴക്ക് പറയുന്നു, നിഷ്പക്ഷനായിട്ടുള്ള ഒരാള് ഭയങ്കര ഇതായിട്ട്. പക്ഷെ ഒന്ന് ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ നിഷ്പക്ഷനായിട്ടുള്ള ഒരാൾ പോണ വഴിക്ക് പെട്ടെന്ന് ഒരു ആക്സിഡന്റലി സംഭവിക്കുന്ന ഒരു കാര്യത്തിൽ മൈക്കും ക്യാമറയൊക്കെ ഓക്കെയാണ്, ഒരു വാക്ക് പോലും നമുക്ക് കേൾക്കാൻ പറ്റാത്തതായിട്ടില്ല, വിഷ്വൽ ക്ലാരിറ്റി ഒക്കെ ക്ലിയർ ആയിരിക്കും. അപ്പൊ ഇതൊക്കെ പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള കുറെ നാടകങ്ങൾ അല്ലെങ്കിൽ പുള്ളിക്കാരൻ അഭിനയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു.